60ഓളം പെൺകുട്ടികൾ ബാംഗ്ലൂരിൽ നിന്നായിട്ടും ചെന്നൈയിൽ നിന്നായിട്ടും ഇവിടെ നമ്മുടെ മലയാള സിനിമയിൽ എന്താണ് സംഭവിച്ചതെന്നും അവർക്കുണ്ടായ ദുരന്ത അനുഭവം അവർ ഈ അടുത്ത ആഴ്ചക്കുള്ളിൽ അവർ വരാമെന്നും മൊഴി കൊടുക്കാമെന്നും റിട്ടയർഡ് ACPയുടെ മകളെ 4 ദിവസമായിട്ട് ഹോട്ടലിൽ പൂട്ടിയിട്ടിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് പീഡിപ്പിച്ചതാരാ? നാഷണൽ അവാർഡ് വാങ്ങിയ ഒരു നടനാണ്. നമസ്കാരം. നടന്മാരായ മുകേഷ്, ജയസൂര്യ, മണിയൻ പിള്ള രാജു എന്നിവർക്കെതിരെ പീഡനാരോപണം ഉന്നയിച്ച നടിയെ മാനസികമായി പീഡിപ്പിക്കുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണല്ലോ പുറത്തു വന്നത്. ഈ നടി ചാനലുകൾ മുഖേന തന്നെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. തന്റെയും കുടുംബത്തിന്റെയും സ്വകാര്യത നശിപ്പിക്കുന്നു എന്നാണ് പരാതി പറയുന്നത്. പരാതിക്കാരിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉൾപ്പെടെ പോലീസ് സംഘം ലോക്ക് ചെയ്തെന്നും സ്വകാര്യത നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്നുമൊക്കെ ആരോപണമുണ്ട്. പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇതിനെതിരെ ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. ഒരു റിട്ടയർഡ് ACPയുടെ മകളെ വരെ ഹോട്ടൽ മുറിയിൽ പൂട്ടിയിട്ട് ഒരു ദേശീയ അവാർഡ് ജേതാവായ നടൻ പീഡിപ്പിച്ചു. ഈ വാർത്തകളെല്ലാം പുറത്തു വന്നു. മുകേഷിനെതിരെ 60ഓളം പേർ രംഗത്ത് വരികയാണ് പരാതിയുമായി. ഈ സാഹചര്യത്തിലാണ് തന്നെ ഇത്തരത്തിൽ ബ്ലോക്ക് ചെയ്തിടുന്നത്. അത് എന്തിനാണ്? ഇതിനു വേണ്ടി, ഈ കാര്യങ്ങൾ പുറത്തു വരാൻ വേണ്ടി, ഇത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി താൻ എങ്ങനെയും ഏത് വേദനയും സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ അനുകൂലിക്കുകയും സപ്പോർട്ടും തരേണ്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് തനിക്കെതിരെ ഉണ്ടാവുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഇതുമായി എങ്ങനെയാണ് ഞാൻ ശ്വാസം മുട്ടി ജീവിക്കുക എന്നൊക്കെ നടി ചോദിക്കുകയാണ്. ഓർക്കുക, 60ഓളം പേരാണ് നടൻ മുകേഷിനെതിരെ പരാതിയുമായി വിവിധ ഇടങ്ങളിൽ നിന്നും രംഗത്ത് വരുന്നത് എന്നതാണ് ഈ നടി പറഞ്ഞ കാര്യം. മാത്രമല്ല, ഈ നടി പറയുന്നു, ACPയുടെ മകളെ ഒരു ദേശീയ അവാർഡ് ജേതാവായ നടൻ റൂമിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന്. നടി പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട്. അവരുടെ വെളിപ്പെടുത്തലിലേക്ക് അന്ന് ഞാനിപ്പോ 7 കേസ് കൊടുത്തല്ലോ. അപ്പൊ ഈ 7 കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അവരിങ്ങനെ ഇപ്പൊ ഒരു 10-13 ദിവസമായിട്ട് ഞാൻ ഇതിന്റെ പുറകെയാണ്. ഞാൻ കംപ്ലീറ്റ് ഞാൻ അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പൂങ്കുഴലി മാഡവും അവരുടെ എല്ലാവരുടെ എനിക്ക് അവരെ ഭയങ്കര വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷെ ഈ പ്രാവശ്യം അപ്പീലിന് പോവണ്ട, പുള്ളിക്കാരന് ജാമ്യം കിട്ടിയില്ല മുകേഷിന്. പക്ഷെ ഈ ജാമ്യം കിട്ടുക എന്ന് വെച്ചാല് ഒരിക്കലും അവര് കുറ്റവിമുക്തനാകുന്നില്ല. അതാർക്ക് വേണമെങ്കിലും ജാമ്യം കിട്ടും എന്നോർത്തുകൊണ്ട് ഞാൻ എന്റെ കള്ളക്കഥയാണെന്നും ഒരിക്കലും ആകാൻ പോകുന്നില്ല. അപ്പം ശരിക്കും ആ കേസിന്റെ മെരിറ്റ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ ട്രയലുണ്ട്. അപ്പം ഇവർക്കെന്ന് വെച്ചാൽ SITക്കാരെന്ന് വെച്ചാൽ മാക്സിമം തെളിവ് അവർ എടുക്കണം. എടുത്തിട്ട് ആ തെളിവ് കൊണ്ടുപോയി കോടതി കൊണ്ടുപോയി കൊടുക്കുമ്പോഴാണ് കേസിന്റെ ശരിയും കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഒത്തിരി പേര് ഇപ്പോൾ കെട്ടിഘോഷിക്കുന്നുണ്ട്, അയ്യോ മുകേഷിന് ബെയില് കിട്ടിയല്ലോ, ഓക്കെ അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ഇവർക്ക് അപ്പീലിന് പോവാം SIT. പക്ഷെ അവർ പറയുന്നു ഞങ്ങളുടെ പോകണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇത്രയും വിശ്വസിച്ച് അവരോടൊപ്പം നമ്മൾ നിൽക്കും, കോപ്പറേറ്റ് നിൽക്കുമ്പം ആരോ അവർക്ക് എന്താ അവർ മേലുദ്യോഗസ്ഥർ വേണ്ടെന്ന് പറഞ്ഞപ്പം എനിക്ക് അവിടെ ഒരു കോൺഫിഡൻസ് നഷ്ടമായി. അവർക്ക് അപ്പീലിന് പോകുമ്പോൾ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പം എനിക്ക് അവിടെ ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം എനിക്ക് എന്റേതായ പേഴ്സണൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, സമൂഹ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഇച്ചിരി പെയിൻ എടുക്കാൻ റെഡിയാ. അപ്പം ഞാൻ അവരുടെ ഒപ്പം ഓടുക, കാരണം എന്നെക്കാളും സ്പീഡാണ് അവർക്ക്. അപ്പൊ ഞാൻ അവരുടെ ഒപ്പം ഓടി നിൽക്കുക. പക്ഷെ ഇത് വന്നപ്പോഴത്തേക്കും ഞാൻ ആകെ തളർന്നു. അപ്പീലിന് എന്തുകൊണ്ട് പോകുന്നില്ല, എന്തുകൊണ്ട് ഹൈക്കോടതി? ഇപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടു, ജഡ്ജ് ഏതോ നേതാവിന്റെ CPM നേതാവിന്റെ മോളാണെന്നോ അങ്ങനെയൊക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇവർക്ക് വലിയ വലിയ പ്രമുഖന്മാർക്ക് ഇങ്ങനെ ജാമ്യം കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോഴത്തേക്കും എനിക്ക് പിന്നെയും ഇതായിപ്പോയി. സെഷൻസ് കോർട്ടിലാണല്ലോ കിട്ടിയവർക്ക്. അപ്പൊ എന്തുകൊണ്ട് ഹൈക്കോടതി പോണില്ല? ഹൈക്കോടതിയിലും പോകണല്ലോ. അപ്പൊ നമ്മളിപ്പം 15 വർഷത്തോളം ഞാനിത് ഒളിച്ചു വെച്ചൊരു സംഭവമാണ്, മനസ്സിൽ നൂറി കൊണ്ടൊരു സംഭവമാണ്. അപ്പം പിന്നീട് ഞാനിപ്പോൾ ഈ ഓൺലൈനിൽ ഇങ്ങനെ കാണുമ്പം ഹേമ കമ്മിറ്റി പുറത്ത് വരുന്നു, പിന്നെ ഇവർ എല്ലാവരും കൂടെ ന്യായീകരിക്കുന്നു. അപ്പൊ ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ്, ആ ഇൻഫ്ലുവൻസ് ജയിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മൾ പുറത്തോട്ട് വന്ന് നമ്മൾ സത്യങ്ങൾ പറയണം. ഞാൻ വളരെ ബോൾഡായിട്ട് ഞാൻ വന്ന് പറഞ്ഞത് ഇങ്ങനെ തന്നെ സത്യമാണ് നടക്കുന്നതൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ ശേഷം ഇപ്പം 60ഓളം പെൺകുട്ടികൾ ബാംഗ്ലൂരിൽ നിന്നായിട്ടും ചെന്നൈയിൽ നിന്നായിട്ടും ഇവിടെ നമ്മുടെ മലയാള സിനിമയിൽ എന്താണ് സംഭവിച്ചതെന്നും അവർക്കുണ്ടായ ദുരന്ത അനുഭവം അവർ ഈ അടുത്ത ആഴ്ചക്കുള്ളിൽ അവർ വരാമെന്നും മൊഴി കൊടുക്കാമെന്നും, അതായത് പല ജില്ലകളിലായിട്ട് അവർ റെഡി ആയിട്ടുണ്ട്, മൊഴി കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഹേമ കമ്മിറ്റിയുടെ കുറെ പേജസ് മുക്കിയല്ലോ, ഇതിനകത്തുള്ളതെല്ലാം പ്രമുഖന്മാരാണ്. അപ്പം ഇവര് എല്ലാവരും പിടിക്കപ്പെടുന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് അത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ റിട്ടയർഡ് ACPയുടെ മകളെ 4 ദിവസമായിട്ട് ഹോട്ടലിൽ പൂട്ടിയിട്ടിട്ട്
പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് പീഡിപ്പിച്ചതാരാ? നാഷണൽ അവാർഡ് വാങ്ങിയ ഒരു നടനാണ്. അപ്പൊ ഇവരൊക്കെയാണ് പുറത്തോട്ട് വരാൻ പോണേ. പ്രമുഖ നടന്മാര്, രാഷ്ട്രീയക്കാര്, വലിയ പോലീസ് ഉദ്യോഗസ്ഥര്. അപ്പൊ അങ്ങനെയൊക്കെ പീഡിപ്പിക്കപ്പെട്ട ഒരുപാട് സ്ത്രീകൾ ഇന്ന് പുറത്തു പറയാൻ വിഷമിക്കാതെ നീറി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ നമ്മുടെ ഒരു പ്രസ്താവന ചെയ്തത്, ആരായാലും വരണമെന്ന്. പക്ഷെ നമുക്കിപ്പോൾ ഇനിയെങ്കിലും നമ്മുടെ കേരളത്തിൽ ഒരു ശുദ്ധീകരാശം നടക്കണം. എന്നിട്ട് നമ്മുടെ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് എല്ലാ സുരക്ഷിതത്വം നമുക്കിവിടെ കിട്ടണം. കാരണം അവർ ഏത് രാത്രിയും അവർക്ക് പുറത്തിറങ്ങാൻ കഴിയണം. ഇപ്പൊ അവർ സ്വന്തമായിട്ട് എന്തെങ്കിലും പോവുകയാണെങ്കിൽ ഇറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ്. അത് അവരുടെ ഇഷ്ടം. അത് ഇന്ത്യൻ മഹാരാജ്യമാണ്. അവർക്ക് എങ്ങനത്തെ ഡ്രസ്സ് ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് എല്ലാ സ്വാതന്ത്ര്യം അവർക്കുണ്ട്, ഈക്വലായിട്ട് എല്ലാവർക്കും, അല്ലേ? അതുകൊണ്ട് പെൺകുട്ടികൾ മറ്റുള്ളവരുടെ ഒരു ടോയ് ആണ്, അല്ലെങ്കിൽ അവരുടെ താഴെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നീ ഇത് അഡ്ജസ്റ്റ് ചെയ്യുക, എന്നാലും നിനക്ക് ഈ ജോലിയുള്ളൂ. ഇത് ഈ സിനിമയിൽ മാത്രമല്ല, ഇത് ആശുപത്രികളിലുണ്ട്, സ്കൂളുകളിലുണ്ട്. നിങ്ങളോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഐ ഫെൽറ്റ് അലോൺ. അയ്യോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയോ? അവരെന്താ ഇപ്പൊ ഇങ്ങനെ കുറച്ചൊരു സ്ലോ പോലെ എനിക്ക് കണ്ടു. അവര് ആക്ച്വലി ബിസിയാണ് എവിഡൻസ് കിടക്കുന്നത്. അപ്പൊ ഈ അപ്പീൽ പോകാത്തതുകൊണ്ട് പിന്നെ എന്ന് വെച്ചാൽ അവർക്ക് ഞാൻ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ടായിരുന്നു. അവരിവിടെ വന്നിട്ട് എൻ്റെ കമ്പ്യൂട്ടറിലുള്ള എല്ലാം അവരെടുത്തു, കമ്പ്യൂട്ടറിലുള്ള എല്ലാം. പിന്നെ സൈബർ സെല്ലൊക്കെ വന്നിട്ട് ഫോണിനകത്തു നിന്നെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നു, എൻ്റെ ലാപ്ടോപ്പിൽ നിന്നെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നു. എനിക്കതിലൊന്നും പ്രശ്നമില്ല, ഐ എം കോപ്പറേറ്റിങ്. പിന്നെ ഇന്നലാണെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക്, അപ്പൊ അവരോട് ചോദിച്ചു മിനുന്റെ ആ നമ്പർ ഞാൻ കൂളായിട്ട് പറഞ്ഞു കൊടുത്തു. കാരണം എനിക്ക് അങ്ങനെ ഒളിക്കാനായിട്ട് അങ്ങനെ ഒന്നും ഇല്ല, ഒന്നിനകത്തും ഒരു മെയിലോ അങ്ങനെ ഒന്നും ഇല്ല. ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അന്നേരം എൻ്റെ ഫേസ്ബുക്ക് അങ്ങ് പെട്ടെന്ന് ഇതായിപ്പോയി. കാരണം ഫേസ്ബുക്ക് നിലവിലുണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് ഫേസ്ബുക്കിൽ കയറാൻ പറ്റുന്നില്ല. ഞാൻ ആദ്യമായിട്ട് ഫേസ്ബുക്ക് മുഖേനാണല്ലോ വന്നത്. അങ്ങനെയാണ് ഫേസ്ബുക്ക് മുഖേനാണ് എല്ലാവരും അറിയുന്നതും. ഇപ്പൊ എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാം എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ന്യൂസ് എല്ലാം കിട്ടുന്നത്. ആ ഒരു ഫേസ്ബുക്ക് എനിക്ക് കയറാൻ പറ്റുന്നില്ല. ഇന്നലെ 7 മണി തൊട്ട് ഞാനിങ്ങനെ ഫേസ്ബുക്ക് ഞാൻ ലോഗിൻ ചെയ്ത് ഉടനെ ലോഗൗട്ട് ആവുന്നു. അപ്പൊ ഞാൻ മെസ്സേജ് വിളിച്ച് പറഞ്ഞു, എന്റെ ഫേസ്ബുക്ക് എന്ത് പറ്റി, എനിക്ക് ഫേസ്ബുക്കിൽ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഓക്കെ 9 o'clock ഐ എം കമ്മിങ് ടു ഓഫീസ്. അപ്പൊ ഞാൻ നോക്കാന്ന് പറഞ്ഞു. 9:30 കംപ്ലീറ്റ് പോയി. അപ്പോൾ ഞാൻ ആകെ വിഷമിച്ചിരിക്കും. അപ്പൊ വല്ലാണ്ടൊരു വിഷമം. അതിനിടയ്ക്ക് ഇവർ വരുന്നുണ്ട്, SIT ഇവിടെ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഞാൻ പോകാനിരിക്കും. അപ്പൊ എനിക്ക് ഭയങ്കര ഇതെന്താണ്, അപ്പോൾ ആർക്കാരും ഒരു ഫീലിംഗ് വരുന്നത്. അപ്പം ഫേസ്ബുക്കൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊന്നും ഞാൻ പറയുന്നില്ല. ഇതിപ്പം നമ്മളെ ഇപ്പൊ 7 അഡ്വക്കേറ്റ്സ് ഉണ്ട്. അപ്പൊ അവരിപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് ഈ മീഡിയ പറയുന്ന ബൈറ്റ്സ് ഒക്കെ എടുത്തോണ്ടാണ് ഓടി അവർ ജഡ്ജിന്റെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. കാരണം നമ്മൾ കാര്യങ്ങൾ ഞാൻ ഇന്നും പറഞ്ഞത് മുഴുവൻ സത്യമാണ്, അതിലൊരു മാറ്റവും ഇല്ല, ഒരു പുറകോട്ട് സ്റ്റെപ്പ് പോലും പോകത്തില്ല. ആൾക്കാർക്ക് അവരുടെ കുടുംബത്തിൽ പിറന്നവരും എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരൊന്നും ഈ പുറത്ത് പറയത്തില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ ആരാണ് ഇങ്ങനെയൊക്കെ യൂട്യൂബിന്റെ റീച്ച് കിട്ടാൻ വേണ്ടി അവർ അതുകൊണ്ടായിരിക്കും ജീവിക്കുന്നത്. അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയണില്ല, അവർ ട്രയൽ നടത്തുക. ഇന്നലെ ഒരു പുതിയ ഓർഡർ വന്നു കോടതിയുടെ, അവർ ഇതുപോലെ ട്രയൽ ഒന്നും നടത്താൻ അവർക്കെതിരെ കേസ് എടുക്കുന്നൊക്കെ. അപ്പൊ എനിക്കിപ്പം ഇന്നലെ തൊട്ട് ഒരു കൺഫ്യൂഷൻ വന്നു. അത് പൂങ്കുഴലി മാഡം ഇന്നലെ എന്നോടത് അതിനെ വിളിച്ച് സംസാരിച്ച് അത് ക്ലിയർ ചെയ്തു. മിനു ഞങ്ങളെ ഒന്നും അല്ല, മിനുവിന്റെ എവിഡൻസ് കൂടുതൽ ഞങ്ങൾ കളക്ട് ചെയ്യാനായിരുന്നു, അല്ലാണ്ട് ഒന്നും അങ്ങനെയല്ല. ഫേസ്ബുക്കിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കും അതിനെ ഞങ്ങളത് ചെയ്തുതരാം, വി വിൽ റെക്ടിഫൈറ്റ് എന്ന് പറഞ്ഞു. ഫേസ്ബുക്കിന്റെ ആക്സസ് പുറലോകമായിട്ട് ഇടപെടാതിരിക്കാൻ. അപ്പം ആദ്യം തന്നെ ഫേസ്ബുക്കിൽ ഇതാക്കി, പിന്നെ അവർക്ക് തന്നെ തട്ടിക്കളഞ്ഞാലും ആ ഒരു പെട്ടെന്ന് ഒരു ഭയമായി. ഇപ്പൊ ശരിക്കും ബിഷപ്പിനെ പലരും വിളിച്ചു പറയുന്നു, ഇത് മിനു ഈ കേസ് മുമ്പോട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിച്ചു പറയും. ഇപ്പൊ ഞാൻ 60 പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടല്ലോ, അപ്പൊ എനിക്ക് കുറെ വധഭീഷണിയൊക്കെ മുൾമുനയിൽ നിൽക്കുക. എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ ഇതില് മാഡം പറഞ്ഞു പ്രൊട്ടക്ഷൻ തരും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് കേട്ടപ്പോ എനിക്ക് എന്തോ ആരൊക്കെ ഭയങ്കര വലിയ ഇൻഫ്ലുവൻസ്, റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി വരെ ഒരിക്കല് സർക്കാരിനെ ഭയന്നു പോയി. അതുകൊണ്ടുള്ള 4 വർഷമായിട്ട് ഈ ഹേമ കമ്മിറ്റി പൂർത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ അവര് വരെ ഭയക്കുന്നു. അപ്പൊ ഇപ്പൊ ഈ മിനുവിന്റെ എതിരെ ഇപ്പൊ എന്തൊക്കെ സംതിങ് ഈസ് ഗോയിങ് ഓൺ. പക്ഷെ എന്തായാലും ഞാൻ വളരെ അന്ന് ഞാൻ മിണ്ടാതിരുന്നത് മുകേഷിന്റെ ജാമ്യാപേക്ഷയ്ക്ക് ജാമ്യം ലഭിച്ച പ്രിൻസിപ്പൽ സെക്രട്ടറി വിധിക്കെതിരെ അപ്പീൽ പോകാത്തത് ആസൂത്രിതമാണ് എന്ന് കരുതുന്നുണ്ടോ? ആണ്.
കാരണം പോലീസ് ഓഫീസറിന് ഇപ്പൊ CIT-കാർക്ക് SIT-കാർക്ക് ഇപ്പൊ എന്നെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണം എന്നുണ്ടായിരിക്കാം, ഈ കേസ് നന്നായിട്ട് ചെയ്യണമെന്നുണ്ടായിരിക്കാം. അപ്പൊ അവര് എന്തോ വിലക്ക് വെച്ചവരാണ്. മോളിൽ നിന്ന് കൊടുത്തപ്പോൾ അവർക്ക് പിന്നെ മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇത് തന്നെയായിരുന്നു എനിക്ക് ആദ്യത്തെ എന്റെ സംശയം. ഞാൻ ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുത്താലും മോളിൽ നിന്ന് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് വന്നാൽ അവർക്ക് പിന്നെ മുൻപോട്ട് പോകാൻ പറ്റില്ല. ആ ഒരു വിഷമമാണ് എനിക്ക് ഇന്നലെ വന്നത്. അപ്പൊ ചിലപ്പോൾ ഇനി അവരെ കൊണ്ട് വല്ലതും ചെയ്യിപ്പിച്ചു, ഇനി വേറെ വല്ലതും ചെയ്തോ ഒന്നും എനിക്കറിയത്തില്ല. എന്തായാലും എന്റെ ഫേസ്ബുക്ക് ഇപ്പം ഈ നിമിഷം വരെ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഇന്നലെ ഉന്നയിച്ച പരാതികൾക്ക് പരിഹാരം പൂങ്കൊല്ലി വന്നു പറഞ്ഞു. പറഞ്ഞു. അപ്പോൾ ഇന്നലെ അവരെ വന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഡോൺ വരെ ഞങ്ങളുണ്ട്, ഞങ്ങളിപ്പോഴും മിന്നിനോടൊപ്പം ഉണ്ട്, ഞങ്ങൾ ഇരയോടൊപ്പമാണ് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഇരയോടൊപ്പം ആണെങ്കിലും നമ്മൾ എല്ലാം നമ്മുടെ ഒത്തിരി പേഴ്സണൽ കാര്യത്തോട് കേസുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളോട്ട് പോകരുത്. അങ്ങനെ ചെയ്യുമ്പം ഇനിയും പെൺകുട്ടികൾ വരാനിരിക്കുമ്പം അവർക്ക് ഒരു ഭയം വരും. സർക്കാർ അപ്പീൽ പോകണമെന്നൊരു അഭിപ്രായമുണ്ട് മുകേഷിന്റെ ജാമ്യാപേക്ഷ തള്ളിയതിനെതിരെ. ഇപ്പം ഇന്ന് പോകുന്നുണ്ടെന്നാ പറഞ്ഞത്. എന്തായാലും ഞാൻ ഇൻഡിവിജ്വലായിട്ട് പോകാൻ തീരുമാനിച്ചു. സർക്കാർ പോകണം, പ്രോസിക്യൂഷൻ പോകണം, അന്വേഷണം പോകണമെന്നൊരു ആവശ്യം കൂടി ഉണ്ടോ? അന്വേഷണത്തിൽ അപ്പീൽ കൊടുക്കണമെന്നൊരു ആവശ്യമുണ്ട്. ഉണ്ട്. അത് പോണല്ലോ. അങ്ങനെയല്ല, അത് ശരിക്കും അവര് മിനു ഞങ്ങള് അവരും ഭയങ്കരമായിട്ട് ആരൊക്കെയോ സംസാരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഇനി അപ്പീലിന് പോകണം എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പൊ മിക്കവാറും പോകാൻ ചാൻസ് ഉണ്ടില്ലെങ്കിൽ ഞാൻ ഇൻഡിവിജ്വലായിട്ട് പോകും.